മുഖമൊക്കെ തുടച്ച് അകത്തേക്ക് പോവാൻ നമുക്ക്. ഇങ്ങനെ കണ്ട എല്ലാവരും ചോദിക്കും. അവനോട് ചേർന്നിരിക്കുന്ന ജെനിയോട് അവൻ പറഞ്ഞു. ജെനി അവനിൽ നിന്നും അകന്ന മാറി ഗാർഡനിലെ പൈപ്പിൽ നിന്ന് മുഖം കഴുത്തിൽ കൈകൊണ്ട് അമർത്തി തുടച്ചു. അവൾക്ക് നേരെ നീട്ടിയ അച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. നിങ്ങൾ രണ്ടും ഇത് എവിടെ പോയി വരുവാ? അകത്തേക്ക് കയറിയ അച്ചുവിനോട് ജെനിയോടും വസു ചോദിച്ചു. എങ്ങും പോയില്ല, ഗാർഡനിലുണ്ടായിരുന്നു. അച്ചു മറുപടി നൽകി. എന്താ മോളെ, മുഖമൊക്കെ വല്ലാതെ? സീത ജെനിയോട് ചോദിച്ചു. ഒന്നുമില്ലമ്മ, അമ്മയ്ക്ക് തോന്നുന്നതാ, ജെനി സീതയോട് പറഞ്ഞു. സത്യം പറഞ്ഞോ, നിങ്ങൾക്ക് ഗാർഡനിൽ എന്തായിരുന്നു പണി? മനു അച്ചുവിനെയും ജെനിയെ നോക്കി കണ്ണുരുട്ടി. പുല്ല് പറിക്കുമായിരുന്നു. ഏട്ടനും കൂടണമായിരുന്നോ? അച്ചു മനുവിനെ നോക്കി. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? പ്ലെങ്ങിയിരിക്കുന്ന മനുവിനോട് ചന്ദ്രൻ ചോദിച്ചു. മനു നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. ജെനി മനസ്സപ്പോഴും അസ്വസ്ഥമായിരുന്നു. ജാനിയമ്മയെ ഒരു നോക്ക് കാണാതെ അവൾക്ക് ആശ്വാസം കിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. നീ മുകളിലേക്ക് പൊയ്ക്കൂ, ദീപു നിന്നെ ചോദിച്ചിരുന്നു. ജെനിയുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് അച്ചു അവളോട് പറഞ്ഞു. ജെനി എല്ലാവരെയും ഒന്ന് നോക്കി കലുഷിതമായ മനസ്സുമായി മുകളിലേക്ക് നടന്നു. മനു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജാനിയും ദിവി നല്ല സംസാരമായിരുന്നു. മനുവിനെ കണ്ട ദിവി അവനെ ഒന്ന് നോക്കി ചിരിച്ചു മുറി വിട്ടിറങ്ങി. മനു വാതിലടച്ച് ജാനിയുടെ അടുത്തിരുന്നിരുന്നു. അവളൊന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അവളെ ചേർത്ത് പിടിച്ച് അവനും മൗനമായിരുന്നു. ജാനി. നിശബ്ദതയെ മുറിച്ചുകൊണ്ട് മനു അവളെ വിളിച്ചു. അവളൊന്നും മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. റെഡി ആവുന്നില്ലേ നീ? എനിക്ക് പോവണ്ട, എനിക്ക് ഏട്ടന്റെ കൂടെ നിന്നാ മതി. എന്നാ ഞാൻ അച്ഛയോടും അമ്മയോടും പറയട്ടെ, അവർക്ക് വിഷമാവില്ലേ? ആവാതെ, ഇത് ചടങ്ങല്ലേ പെണ്ണെ. ഇപ്പൊ നീ അവരുടെ കൂടെ പൊയ്ക്കോ, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മനു പറഞ്ഞു. ജാനി അത് ശരിവെക്കും പോലെ അവനെ നോക്കി തലയാട്ടി. അവൾക്കും അവളുടെ വയറ്റിൽ കിടക്കുന്ന അവന്റെ ജീവന്റെ തുടിപ്പിനും സ്നേഹചുംബനം നൽകി നിറഞ്ഞ കണ്ണുകളെ അവളിൽ നിന്നും മറച്ചു പിടിച്ച് അവൻ മുറിവിട്ടിറങ്ങി. ഭക്ഷണത്തിന് ശേഷം ജാനി റെഡിയായി വന്നു. പിങ്ക് സൽവാറായിരുന്നു അവളുടെ വേഷം. കൂടുതൽ ഒരുക്കങ്ങളൊന്നുമില്ല. താലിയുടെ കൂടെ മറ്റൊരു മാല കൂടി ഇട്ടിരുന്നു. നെറ്റിയിൽ ഒരു സ്റ്റിക്കർ പൊട്ടും അതിനു മുകളിൽ ചന്ദനക്കുറിയും സിന്ദൂരവും മാത്രം. കയ്യിൽ എന്നത്തെയും പോലെ 2 വളകളും. നിറവയറും താങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവളെ ഒരു നിമിഷം അവന് നോക്കി നിന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് നേരെ കൈനീട്ടി. പുഞ്ചിരിയോടെ അവൻ നീട്ടിയ കൈകളിലേക്ക് അവളുടെ വലത് കൈ ചേർത്ത് വെച്ച് അവൾ ഇറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. അവരുടെ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞത് മനു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി വാതിലടച്ചു. ജാനിയുടെ സാരി നെഞ്ചോട് പിടിച്ച് അവൻ ബെഡിൽ കിടന്നു. അച്ഛാ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എല്ലാവരും പോയതും അച്ഛ ചന്ദ്രനോട് പറഞ്ഞു. എന്തു പറ്റി, വയ്യേ? സീത ചോദിച്ചു. ആനിയമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് പാച്ചു വിളിച്ചിരുന്നു. അതറിഞ്ഞ മുതൽ ദേ ഇവൾക്ക് സമാധാനമില്ല. ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ജെനിയെ ചേർത്ത് പിടിച്ച് അച്ചു അവരോട് പറഞ്ഞു. ആണോ? എന്നാ പോയിട്ട് വാ. അമ്മയുടെ മോള് പേടിക്കണ്ട കേട്ടോ. ആനിയമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല. സമാധാനമായിട്ട് പോയിട്ട് വാ. സീത ജെനിയെ ആശ്വസിപ്പിച്ചു. അവരോട് പറഞ്ഞ് അച്ചുവും ജെനി ആനിയമ്മയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. പാച്ചുവിനെ വിളിച്ച് റൂം നമ്പർ ഒക്കെ നേരത്തെ ചോദിച്ചതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ തന്നെ ജെനി ഇറങ്ങി പെട്ടെന്ന് പോയി. അച്ചു അവളുടെ പുറകെ തന്നെ വെച്ചു പിടിച്ചു. ആനിയമ്മയുടെ റൂമിന് മുന്നിലെത്തി ജെനി ഒരു നിമിഷം നിന്നു. അവൾ തിരിഞ്ഞ് അച്ചുവിനെ നോക്കി. അച്ചു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ കൈകൾക്ക് മീതെ കൈ വെച്ച് ഡോർ തുറന്നു. ബെഡിൽ ചാരിയിരിക്കുന്ന ആനിയമ്മയെ കണ്ടതും ജെനി ഓടിപ്പോയി ആ നെഞ്ചിലേക്ക് വീണു. ആനിയമ്മ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എനിക്കൊന്നുമില്ല ജെനി, നീ ഇങ്ങനെ കരയാതെ. അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് ആനിയമ്മ പറഞ്ഞു. ജെനി അപ്പോഴും തേങ്ങിക്കൊണ്ടിരുന്നു. എന്റെ ആനിയമ്മയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈ പെണ്ണ് കരഞ്ഞ് ആകെ ശോകമാക്കി. ജെനിയെ കളിയാക്കിക്കൊണ്ട് അച്ചു ആനിയമ്മയുടെ അടുത്തിരുന്നു. ആണോ, ഈ പുലിക്കുട്ടി കരഞ്ഞോ? ആനിയമ്മ അച്ചുവിനെ നോക്കി. കരഞ്ഞോന്നോ? അലറി വിളിച്ചില്ലേ? ജെനിയുടെ മൂട് മാറ്റാൻ അച്ചു ആനിയമ്മയെ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. അയ്യേ, ഇത്രേ ഉള്ളൂ നീ? ഞാൻ നിന്നെ പേടിപ്പിച്ചതല്ലേ മോളെ? ആനിയമ്മ ജെനിയുടെ മുടി തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി ആനിയമ്മേ. കിങ്ങിണിയും ചേച്ചിയും എന്നെ വീട്ടിൽ പോയ പോലെ ആനിയമ്മയും. ഞാൻ തകർന്നു പോവും. ജെനി കരഞ്ഞു പോയി. അച്ചു ആനിയമ്മയെ മുഖത്തോട് മുഖം നോക്കി. അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഇതിനാണോ നീ ഇങ്ങോട്ട് വന്നേ? ആനിയമ്മയും കൂടി വിഷമിപ്പിക്കാനാണോ ജെനി? അച്ചു ശാസനയോടെ അവളോട് ചോദിച്ചു. അവൻ ചോദിച്ചത് കേട്ടപ്പോൾ ജെനി പെട്ടെന്ന് തന്നെ നേരെ ഇരുന്ന് മുഖം അമർത്തി തുടച്ചു. ആനിയമ്മ കഴിച്ചോ വല്ലതും? അച്ചു ചോദിച്ചു. ഓ, കഴിച്ചല്ലോ. ഞങ്ങളെ കൊണ്ട് ക്യാൻറ്റീൻ മുഴുവൻ വാങ്ങിപ്പിച്ചു. പാച്ചു അങ്ങോട്ട് വന്ന് പറഞ്ഞു. കോടാ, ചുമ്മാതെ അച്ചു, ഒരു ബിരിയാണി വാങ്ങിപ്പിച്ചതിനാണ്. ആനിയമ്മ പാച്ചുവിനെ നോക്കി കണ്ണുരുട്ടി. ആഹാ, നെഞ്ചുവേദനയായി വന്നിട്ട് ബിരിയാണിയാണോ കഴിച്ചേ?
ആനിയമ്മ പറഞ്ഞത് കേട്ടപ്പോ അത്രയും നേരം ഉറങ്ങിക്കിടന്ന അച്ചുവിന്റെ ഉള്ളിലെ ഡോക്ടർ ഉണർന്നു. എന്റെ ഡോക്ടറെ, കൊതി കൊണ്ട് കഴിച്ചതല്ലേ? ആനിയമ്മ അച്ചുവിനെ നോക്കി പറഞ്ഞു. ആനിയമ്മ പറഞ്ഞു കേട്ട് അച്ചുവിന് ചിരി വന്നെങ്കിലും അവൻ ചിരി കടിച്ചു പിടിച്ച് ആനിയമ്മയെ നോക്കി കണ്ണുരുട്ടി. അച്ചുവും ജെനിയും ഒരുപാട് സമയം ആനിയമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അച്ചു ആനിയമ്മയ്ക്ക്? വീട്ടിലെത്തിയ അച്ചുവിനോട് സീത ചോദിച്ചു. ഇല്ലമ്മേ, ഓക്കെയാണ്, നാളെ രാവിലെ പോവാം, അച്ചു ചിരിയോടെ പറഞ്ഞു. ജെനിയുടെ മുഖത്ത് തെളിച്ചം കണ്ടപ്പോൾ സീതയുടെ മനസ്സ് നിറഞ്ഞു. അവർക്കെല്ലാം അറിയാം ജെനിക്ക് അവരോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരെക്കാൾ പ്രിയപ്പെട്ടതാണ് അവളുടെ ആനിയമ്മയെന്ന്. സമാധാനമായില്ലേ മോൾക്ക്? മുഖം തെളിഞ്ഞല്ലോ, ചന്ദ്രൻ ജെനിയോട് ചോദിച്ചു. ആയി, ജെനി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു മുറിയിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ആരാ അച്ചു ഉള്ളത്? ചന്ദ്ര അച്ചുവിനോട് ചോദിച്ചു. ബത്ലഹേമിൽ നിന്ന് 2 ആളുകൾ വന്നിട്ടുണ്ട്, പിന്നെ പാച്ചു എബിയും ഉണ്ട്. അവര് കുറച്ചു കഴിഞ്ഞു പോവും. രാവിലെ ജെനിയെ കൊണ്ട് പോവണമെന്ന് കരുതിയിട്ടുണ്ട്. ആ, അത് നന്നായി, അവൾക്കൊരു ആശ്വാസമാവും, ചന്ദ്രൻ പറഞ്ഞു. അച്ചു അവരെ ഒന്ന് നോക്കി മുറിയിലേക്ക് പോയി. അച്ചു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജെനി ഫ്രഷായി ഇറങ്ങുകയായിരുന്നു. ടീഷർട്ടും സ്കേർട്ടും ആയിരുന്നു അവളുടെ വേഷം. അച്ചു അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ മൂക്കുത്തിയിൽ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളി അവനെ നോക്കി കളിയാക്കുന്നതായി അവന് തോന്നി. അച്ചു മറ്റൊന്നും ഓർക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന അവനെ ഒന്ന് നോക്കി പുഞ്ചിരി തൂക്കി അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നതും അച്ചു അവളെ പുറകെ നിന്ന് കെട്ടിപ്പിടിച്ചു. അച്ചുവേട്ടാ, അവളെ ചേർത്ത് പിടിച്ച് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജെനി അവനെ വിളിച്ചു. അവനൊന്ന് മൂളി. ഞാൻ പോട്ടെ, അമ്മ തിരക്കും. ജെനി അവന്റെ കൈ വിടുവിക്കാൻ നോക്കി. വേണ്ട, അമ്മ തിരക്കില്ല. അവളെ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിലൂടെ അവന്റെ ആദരങ്ങൾ കൊണ്ട് തഴുകി. അവളുടെ പിൻകഴുത്തിലെ ഓരോ രോമങ്ങളെയും അവന്റെ ആദരങ്ങൾ കൊണ്ട് തൊട്ടുണർത്തുമ്പോൾ അവൾ ഒരു തളർച്ചയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പിൻകഴുത്തിലൂടെ പരതി നടന്ന അവന്റെ ആദരങ്ങൾ അവളുടെ ഇടം കഴുത്തിലേക്ക് എത്തിയപ്പോൾ ജെനി തിരിഞ്ഞു നിന്ന് അവനെ പുണർന്നു. അവളെ പിടിവിടാതെ അവളുടെ കഴുത്തിലുടനീളം അവന്റെ ആദരങ്ങളും നാവും അലഞ്ഞു നടന്നപ്പോൾ അവളുടെ കൈകൾ ഒരാശ്രയത്തിനെന്നോണം അവന്റെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു. കഴുത്തിലൂടെ മുകളിലേക്ക് ചലിച്ച അവന്റെ നാവിനെ തടഞ്ഞുകൊണ്ട് അവളുടെ താടിച്ചുഴിയെ അവന്റെ ആദരങ്ങൾ പൊതിഞ്ഞു. അവന് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ താടിച്ചുഴിയെ മതി വരുവോളം നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ ടീഷർട്ടിനിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിലും വയറിലുമായി ഓടി നടന്നു. താടിച്ചുഴിയെ മോചിപ്പിച്ച് അവന്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളിലേക്ക് ആഴ്ന്നു. ചുംബന തീവ്രത കൂടുന്നതിനൊപ്പം അവന്റെ വിരലിന് അവളുടെ പൊക്കിൽ ചുഴിയെ അളന്നപ്പോൾ അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ ഇടുപ്പിലും വയറിലുമായി അവന്റെ കൈകൾ കുസൃതി കാണിക്കുമ്പോഴും അവരുടെ ചുംബന തീവ്രത കുറഞ്ഞിരുന്നില്ല. ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയപ്പോൾ അവളുടെ മേൽചുണ്ടിനെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ അവന്റെ പല്ലുകൾ ആഴ്ത്തി. കിതപ്പോടെ, അതിലുപരി തളർച്ചയോടെ അവന്റെ നെഞ്ചിലേക്ക് വീണ അവളെ അവൻ മുറുകെ പുണർന്നുകൊണ്ട് പുറത്ത് തടവിക്കൊണ്ടിരുന്നു. കിതപ്പൊന്നടങ്ങിയപ്പോൾ അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. കണ്ണിൽ പ്രണയവും കുസൃതിയും നിറച്ച് അവളെ തന്നെ നോക്കുന്ന അവനെ കുറച്ചുനേരം അവൾ നോക്കി നിന്നു. പിന്നീട് അവനിട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു. അവൾക്ക് വേണ്ടി മാത്രം മിടിക്കുന്ന അവന്റെ ഹൃദയതാളം കേട്ട് നിൽക്കുന്നതിനിടെ അവളുടെ ദന്തങ്ങൾ അവന്റെ നെഞ്ചിൽ പാടി തീർത്തു. അവൻ കണ്ണടച്ചുകൊണ്ട് അവൾ ഏൽപ്പിച്ച സുഖമുള്ള നോവ് ആസ്വദിച്ചു. അവളുടെ ദന്തങ്ങൾ ആഴ്ന്നിടത്ത് അവൾ ആഞ്ഞു ചുംബിച്ചപ്പോൾ അവളെ ചേർത്ത് പിടിച്ചിരുന്ന അവന്റെ കൈകൾക്ക് മുറുക്കം കൂടി. അവളുടെ കൈകളും അതരങ്ങളും ഒരുപോലെ അവന്റെ നെഞ്ചിലൂടെ തഴയിക്കൊണ്ട് അവന്റെ കഴുത്തിലെത്തി നിന്നു. അവന്റെ കഴുത്തിലുടനീളം അവളുടെ ആദരങ്ങൾ ചുംബനം നൽകുമ്പോൾ അവനെ അവൾക്ക് മാത്രമായി അവൻ വിട്ടുകൊടുത്തു. അവന്റെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തിയ അവൾ അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവസാനം അവളുടെ ആദരങ്ങൾ അവന്റെ ആദരങ്ങളെ കവർന്നെടുത്തപ്പോൾ വീണ്ടും ഒരു ദീർഘചുംബനത്തിന് വഴിമാറി. ഇതേ സമയം നമ്മുടെ അഞ്ജു ആനിയമ്മയുടെ അടുത്ത് പോയി വന്ന് മൂക്കുമുട്ടെ ഫുഡും തട്ടി യാതൊരു ബോധവും ഇല്ലാതെ കൂർക്കം വലിച്ച് നല്ല ഉറക്കമാണ്. ഫോൺ ബെല്ലടിച്ചത് കേട്ട് അവളൊന്ന് ചിണുങ്ങി. കണ്ണു തുറക്കാൻ മടിച്ചുകൊണ്ട് അവൾ ഫോൺ തപ്പി. അപ്പോഴേക്കും കോൾ കട്ടായ സന്തോഷത്തിൽ അവൾ വീണ്ടും ഉറങ്ങിയെങ്കിലും വീണ്ടും ഫോൺ അടിച്ചു. അവൾ കണ്ണടച്ചുകൊണ്ട് ഫോൺ തപ്പിപ്പിടിച്ചു. കണ്ണു തുറക്കാതെ കോൾ അറ്റൻഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവൾ കണ്ണു തുറന്ന് ആരാണെന്ന് പോലും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ആളിപ്പോഴും പാതി മയക്കത്തിലാണ്. ഹലോ, ഏഞ്ചലാണോ? കോൾ എടുത്തത് അപ്പുറത്ത് നിന്ന് ചോദ്യാത്തി. അല്ല, സാത്താനാണ്. മറുപടിയും കൊടുത്തു. അഞ്ജുവിന്റെ മറുപടി കേട്ടിട്ടാണെന്ന് തോന്നുന്നു അപ്പുറത്ത് കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. ഇത് ഏഞ്ചലിന്റെ നമ്പർ അല്ലേ? വീണ്ടും ചോദ്യം. ഇയാൾക്കെന്താ പരീക്ഷ ഭവനിലാണോ ജോലി? അല്ല, സാത്താന്റെ നമ്പറാണ്. ആരാടാ നാറി നീ? അഞ്ജു ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ ചൊറിയുവാണ്. ഞാൻ ആൽബർട്ടാണ്. അപ്പുറത്ത് നിന്ന് കുറച്ച് കനത്തിൽ മറുപടി വന്നപ്പോൾ അഞ്ജുവിന്റെ ഉറക്കം അപ്പുറത്തെ കുമാരേട്ടന്റെ കണ്ണം വഴി ഓടി.
അവള് ചാടി എണീറ്റിരുന്നു. അഞ്ജുവിന്റെ നെഞ്ചെടുപ്പ് എന്തെന്നില്ലാതെ ഉയർന്നു. അവള് വീണ്ടും വീണ്ടും ഫോണിലേക്ക് നോക്കി. ഡി അപ്പുറത്ത് നിന്ന് ആൽബിയുടെ ശബ്ദം കേട്ടപ്പോ അഞ്ജു ഞെട്ടി. അഞ്ജുവിനൊന്നും പറയാൻ കിട്ടുന്നില്ല. ആകെ മൊത്തം വാ തുറന്ന കാറ്റ് മാത്രം. സാറോ? വിക്കിയാണെങ്കിലും അവള് ചോദിച്ചു. നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ, സാറിന്റെ ക്ലാസ്സിലേക്ക് വരാറില്ലേ? ക്ലാസ്സിലേക്ക് വരുമ്പോ നീ ഉണ്ടായിരുന്നോ? ആ അത് പോട്ടെ, നീ നേരത്തെ സാറെന്നല്ലല്ലോ വിളിച്ചേ, നാറയെന്നോ മറ്റോ ആയിരുന്നില്ലേ? ആൽബിയുടെ ചോദ്യം കേട്ടപ്പോ അഞ്ജുവിന്റെ തലയിലെ ഇല്ലാത്ത കിളികൾ കൂടും കുടുക്കയെടുത്ത് സ്ഥലം വിട്ടു. ഏഞ്ചൽ കേൾക്കുന്നില്ലേ? ആൽബി വീണ്ടും ചോദിച്ചു. അയ്യോ, ഞാൻ സാറിനെ വിളിച്ചതല്ല, ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. പൊന്നു മോളെ, വല്ലാതങ്ങ് ഉരുളല്ലേ. പിന്നെ ഞാൻ വിളിച്ചത് നിന്റെ പപ്പയുടെ നമ്പർ വേണം എനിക്ക്. എന്റെ അപ്പന്റെ നമ്പർ തനിക്കെന്തിനാ? അതോ, ചോറ് വെക്കാൻ അരിയില്ലാന്ന് പറഞ്ഞിരുന്നു എന്റെ മമ്മ, അതുകൊണ്ട് നിന്റെ പപ്പയുടെ നമ്പർ പുഴുങ്ങാന്ന് വെച്ചു. ആണോ? എന്ത് ചീഞ്ഞ കോമഡിയാണ് സാറേ. നിനക്കൊക്കെ ഇത് തന്നെ അധികമാണ്. ഇരുന്ന് ചിലക്കാതെ അപ്പന്റെ നമ്പർ താടി. തരില്ല, കാര്യം പറയാതെ എന്റെ അപ്പന്റെ നമ്പർ തരില്ല. എന്നാ കേട്ടോ, പൊന്നു മോളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാനാണ്. ഡോ, പഠിപ്പിക്കുന്ന അധ്യാപകനെ കയറി എടോ പോടോ എന്ന് വിളിക്ക്. ഏഞ്ചലിനെ ആരാണ് പഠിപ്പിച്ചത്? അധ്യാപകനൊക്കെ അങ്ങ് കോളേജ്. മോൾക്ക് ഇതിനുള്ള മറുപടി ഞാൻ നാളെ കോളേജിൽ നിന്ന് തരാം. ഇപ്പൊ നീ നമ്പർ താ. ഇല്ല, തരില്ല. തരില്ലേന്നേ. ഏഞ്ചൽ കളിക്കരുത്. അയ്യോ, ഞാൻ കളിക്കുമല്ല. ദേഷ്യം പിടിപ്പിക്കരുത്. വേറെ ആരുടെയും നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നിനക്ക് വിളിച്ചത്. കളിക്കാൻ നിൽക്കരുത്. എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അത് പറഞ്ഞ പപ്പയുടെ നമ്പർ തരാം. അറിഞ്ഞാലേ നീ തരൂ. ആ, എന്നാലേ തരൂ. അത്രയ്ക്കായൊന്ന് പറയടി അപ്പന്റെ നമ്പർ. ഫോണിലൂടെ ആൽബി അലറിയതും അഞ്ജു ഞെട്ടി. അവളുടെ ഫോൺ പോലും കയ്യിൽ നിന്ന് പോയി. അമ്മാതിരി അലർച്ചയല്ലായിരുന്നോ? ഏഞ്ചൽ. ആൽബിയുടെ ശബ്ദം വീണ്ടും ഉയർന്നപ്പോ അഞ്ജു ഫോൺ കാതോരം വെച്ചു. നമ്പർ അല്ലേ, അത് തരാം. അതിനിങ്ങനെ അലർന്നത് എന്തിനാ? അഞ്ജു പപ്പയുടെ നമ്പർ ആൽബിക്ക് പറഞ്ഞു കൊടുത്തു. അവന്റെ അലറ പേടിച്ചിട്ടാണോ ചോദിച്ചാൽ ആണെന്ന് പറയാം. ശരി, പിന്നെ നാളെ ക്ലാസ്സിലേക്ക് വന്നോണം. ക്ലാസ്സിൽ കയറാതെ കറങ്ങി തിരിയുന്നത് കണ്ട ബാക്കി അപ്പോ. എന്നാ ഇച്ചായൻ വെക്കുവാണേ. ഇച്ചായനോ? വൈകാതെ ആവുമല്ലോ. അപ്പൊ ഇച്ചായന്റെ കൊച്ച് നാളെ കോളേജിലേക്ക് വരണേ. അഞ്ജുവിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ വെച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴും ആൽബിയുടെ ചുണ്ടിൽ മായാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അഞ്ജു ആണെ അവന്റെ ഇച്ചായ എന്നുള്ള പറച്ചിക്കൂടെ കേട്ടപ്പോ വണ്ടറടിച്ചിരിപ്പാണ്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. രാവിലെ അച്ചുവും ജെനിയും കൂടെ ആനിയമ്മയുടെ അടുത്ത് പോയി. ഡിസ്ചാർജ് ചെയ്ത ആനിയമ്മയെ ബദ്ലേഹമിൽ കൊണ്ടാക്കിയിട്ടാണ് അച്ചുവും ജെനിയും മടങ്ങിയത്. ജെനിയെ കോളേജിലാക്കി അച്ചു ഹോസ്പിറ്റലിൽ പോയി. ജെനി ചെല്ലുമ്പോ പാച്ചുവിന്റെ എബിയുടെ നടുക്ക് താടിക്ക് കയ്യും കൊടുത്ത് ഇരിപ്പുണ്ടു അഞ്ജു. ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അവളുടെ ഇരിപ്പ് കണ്ട് ജെനി ചോദിച്ചു. ഒന്നും പറയണ്ട ജെനി, ഇന്നലെ ഇവളുടെ ഫോണിലേക്ക് ആൽബി സാർ വിളിച്ചിരുന്നു പോലും. പാച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? ജെനി കണ്ണു തുറപ്പിച്ച് അവരോട് ചോദിച്ചു. എബിയും പാച്ചുവും കൂടെ അഞ്ജു അവരോട് പറഞ്ഞതല്ല ജെനിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജെനി ചിരിച്ചു. സാറ് കൊള്ളാലോ. ജെനി അഞ്ജുവിനെ നോക്കി പറഞ്ഞു. ഇങ്ങനെ പോയാ കൊള്ളും. അഞ്ജു പറഞ്ഞു. ആര് കൊള്ളും? ഞാൻ തന്നെ, അങ്ങയുടെ കയ്യിന്ന്. അവർക്ക് ചിരി വന്നെങ്കിലും കടിച്ചു പിടിച്ചു. ക്ലാസ്സിലേക്കില്ലേ? സാറാണ്. എബി ചോദിച്ചു. ആ പോവാ. നീ വരുന്നില്ലേ അഞ്ജു? നിന്റെ ഇച്ചായന്റെ ക്ലാസ്സാണ്. ജെനി അഞ്ജുവിന്റെ താടി പിടിച്ച് ചോദിച്ചു. പോടി, അങ്ങേര് എനിക്കിട്ട് പണിയുന്നതാണ്. അതെന്തോ ആയിക്കോട്ടെ, വാ ക്ലാസ്സിലേക്ക് പോവാം. അവര് നാലും ക്ലാസ്സിലേക്ക് പോയി. അവര് ചെന്നിരുന്നതും ആൽബി ക്ലാസ്സിലേക്ക് വന്നു. ബ്ലാക്ക് ഷർട്ടും ഗ്രേ പാന്റും ആയിരുന്നു അവന്റെ വേഷം. ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. നെട്ടിയൊതുക്കിയ താടി അലസമായി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി അവനൊരു വല്ലാത്ത ഭംഗി നൽകിയിരുന്നു. അഞ്ജു അവനെ തന്നെ നോക്കിയിരുന്നു. അവനെ കാണുമ്പോൾ ഉള്ളിലൊരു സന്തോഷം വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞു. പക്ഷെ എന്തിന്? അത് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ആൽബിയുടെ കണ്ണുകൾ ക്ലാസ് മുഴുവൻ ഓടി നടന്ന് ബാക്ക് ബെഞ്ചിലിരുന്ന് അവനെ നോക്കുന്ന അഞ്ജുവിന്റെ കണ്ണുകളുമായി ഉടക്കി. അവന്റെ നോട്ടം നേരിടാനാവാതെ അവൾ ഒരു പിടച്ചിലൂടെ നോട്ടം മാറ്റി. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ചലനങ്ങൾ നോക്കിക്കൊണ്ട് ക്ലാസ് തുടങ്ങി. ക്ലാസ്സിനിടയിലും അനുസരണയില്ലാതെ അഞ്ജുവിന്റെ കണ്ണുകൾ ആൽബിയെ തേടിപ്പോയി. അവൻ അവളെ ശ്രദ്ധിക്കുമ്പോൾ അവൾ നോട്ടം മാറ്റും. അവളുടെ ഒളിച്ചുകളി ആൽബിയെ ആസ്വദിച്ചിരുന്നു. ഇത് കണ്ടിരുന്ന ജെനിയും പാച്ചു എബി മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് വിശക്കുന്നടി, ക്ലാസ് എടുക്കുന്നതിനിടെ അഞ്ജു ജെനിയോട് പറഞ്ഞു. കുറച്ചു നേരം കൂടി, ക്ലാസ് കഴിഞ്ഞിട്ട് ക്യാൻറ്റീനിലേക്ക് പോവാം. പറ്റില്ല, ഇപ്പൊ പോണം. ക്ലാസ് നടക്കുമല്ലേ അഞ്ജു, നീ ഒന്ന് ക്ഷമി. ഞാൻ വിശന്ന് ചൊത്താൽ നിന്നെ അങ്ങ് കുഴിച്ചിട്ടോളാം, വേണ്ട പോടി. അഞ്ജു ജെനിയെ നോക്കി ചുണ്ടുകോട്ടി ആൽബിയെ വായി നോക്കാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ് ആൽബി പോയതിന് പുറകെ അഞ്ജു ഇറങ്ങി ഓടി. ഇവളിതെങ്ങോട്ടാ? അവളുടെ ഓട്ടം കണ്ട് എബി ചോദിച്ചു. നിന്റെ പെങ്ങൾക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടല്ലോ, ക്യാൻറ്റീനിലേക്കാണ്, ജെനി പറഞ്ഞു. 2 കുറ്റി പുട്ട് ഒരു മയമില്ലാതെ കുത്തിക്കയറ്റുന്ന അവൾക്ക് ഇത്ര പെട്ടെന്ന് വിശന്നോ? അത്ഭുതം.
എബി തലയിൽ കൈവച്ച് പറഞ്ഞു. കൂടുതൽ വിശപ്പുള്ള ഒരു ജീവിയാണത്. പറഞ്ഞിട്ട് കാര്യമില്ല, ആ പോവാൻ നമുക്ക്. ചിരിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞു. 3 പേരും അഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്നു. അവര് ചെല്ലുമ്പോ അഞ്ജുവിന്റെ അടുത്ത് ദിവ്യ ഇരിക്കുന്നുണ്ട്. ദിവ്യയെ കണ്ടപ്പോ ജെനി പാച്ചുവിനെ പാളി നോക്കി. ദിവ്യയെ കണ്ടപ്പോ അവനെ മിന്നിമാഞ്ഞ പുഞ്ചിരി അവള് കണ്ടു. അത് മതിയായിരുന്നു അവൾക്ക്. ഹായ് ദിവ്യ. അവരുടെ അടുത്തേക്ക് ചെന്ന് ജെനി പറഞ്ഞു. ഹായ് ചേച്ചി. ദിവ്യ ജെനിയെ തിരിച്ചും വിഷ് ചെയ്തു. ജെനിയുടെ കൂടെയുള്ള പാച്ചുവിനെ കണ്ടപ്പോ ദിവ്യയുടെ കണ്ണുകൾ വിടർന്നു. അതിന്റെ ഫലമായി മനോഹരമായ പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. എന്താ ദിവ്യ മോളെ, ക്ലാസ് ഇല്ലേ? എബി അവളോട് ചോദിച്ചു. ഉണ്ട് ചേട്ടായി, ഫ്രണ്ട്സ് പുറത്ത് കടയിലേക്ക് പോയി. അവര് വന്നിട്ട് ക്ലാസ്സിൽ പോവാന്ന് വെച്ചു. ദിവ്യ മറുപടി പറഞ്ഞു. താൻ എന്തേ അവരുടെ കൂടെ പോവാതിരുന്നേ? അവരവരുടെ ചെക്കന്മാരെ കാണാൻ പോയതാണ്. ഞാൻ പോയ കട്ട പോസ്റ്റോ. അതിലും നല്ലതല്ലേ ഇവിടെ ഇരിക്കുന്നത്? ദിവ്യ പറഞ്ഞപ്പോ അവരെല്ലാം ചിരിച്ചു. ചിരിയോടെ പാച്ചു ദിവ്യയെ നോക്കിയപ്പോ 2 പേരുടെയും കണ്ണുകൾ ഉടക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന ഭാവം പ്രണയമാണെന്ന് മനസ്സിലാക്കാൻ അവൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. അപ്പോഴും 2 പേരിലും മായാത്തൊരു നറുപുഞ്ചിരി ഉണ്ടായിരുന്നു. ദിവ്യയുടെ കൂട്ടുകാർ വന്നപ്പോൾ അവൾ അവരുടെ കൂടെ ക്ലാസ്സിലേക്ക് പോയി. അവള് പോകുന്നത് നോക്കി നിന്ന പാച്ചുവിനെ ജെനി തട്ടി. എന്താടാ? പാച്ചു അവളോട് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, പാച്ചു പെട്ടെന്ന് പറഞ്ഞു. അവന് 4 സംസാരിക്കുമ്പോൾ പാച്ചുവിന്റെ ഉള്ളിൽ അവനെ നിറഞ്ഞ പ്രണയത്തോടെ നോക്കിയ ദിവ്യയുടെ മിഴികളായിരുന്നു.